റോഷ്നി ജോയിൻ ചെയ്ത സമയമായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ സീനിയർ ക്രൂക്ക് ചില ഇങ്ങനെ ഫേവറേറ്റ് ക്രൂ ഉണ്ടാവും, എല്ലാ വട്ടവും വീണ്ടും വീണ്ടും ഫ്ലൈ ചെയ്യാൻ എന്തൂസിയസ്റ്റിക്കലി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന കുറെ ക്രൂ. റോഷ്നി അങ്ങനത്തെ ഒരു ക്രൂ ആയിരുന്നു. 2024 തോന്നുന്നു പുള്ളിക്കാരത്തി എയർ ഇന്ത്യയിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം ഫ്ലൈങ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഞങ്ങൾ കോൺസ്റ്റന്റ്ലി കോൺടാക്റ്റിലായിരുന്നു. ലൈഫ് എങ്ങനെ പോണു അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഉള്ളത് അറിയായിരുന്നു. പിന്നെ റോഷ്നി വാസ് വെരി മച്ച് ഇൻ ടു ഇൻസ്റ്റാഗ്രാം. പുള്ളിക്കാരത്തി എവിടെ പോയാലും പോസ്റ്റ് ഇടുന്ന അങ്ങനെ ഒരു സ്വഭാവം ഉള്ളതായിരുന്നു. പെട്ടെന്ന് ഇന്നലെ ഞാൻ അത് കണ്ടപ്പോഴാണ്, അതിനുശേഷമാണ് ഞാൻ പുള്ളിക്കാരത്തിയുടെ സ്റ്റേറ്റസ് കണ്ടത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലാന്നുള്ള. അപ്പൊ തന്നെ ഞാൻ വാട്സ്ആപ്പ് ചെയ്തു ദാറ്റ് ഐ ഹോപ്പ് റോഷ്നി യു ആർ നോട്ട് ദെയർ ഇൻ ദാറ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ദെൻ ഐ നെവർ ഗോട്ട് എ റിപ്ലൈ. അപ്പൊ തൊട്ടിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം വരെ ഞാൻ ഒരു 50 വട്ടെങ്കിലും വിളിച്ചിട്ടുണ്ടാവും പുള്ളിക്കാരത്തിനെ. ഇന്നലെ രാത്രിയാണ് പിന്നെ മനസ്സിലായത് ദാറ്റ് ഷീ ഈസ് നോ മോർ. ഇറ്റ് ഈസ് റിയലി ഷോക്കിംഗ്. ഞങ്ങളുടെ ഫുൾ ഗ്രൂപ്പ് ഞങ്ങൾ ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. We are planning to go to her house also. She was a wonderful girl, happiest person on the earth. പിന്നെ ഹാപ്പിയസ്റ്റ് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരത്തി ആരുടെ കൂടെ ഉണ്ടായാലും അവരെയും കൂടി നല്ല ഹാപ്പി ആയിട്ട് വെക്കുന്ന ഒരു കുട്ടിയായിരുന്നു. വെരി യങ്, വെരി എനർജറ്റിക് ഗേൾ. പുള്ളിക്കാരത്തിയുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ പേര് തന്നെ സ്കൈ ലവ്സ് ഹർ എന്നായിരുന്നു. ഇപ്പം പുള്ളിക്കാരത്തി പെട്ടെന്ന് പോയപ്പം വി ഓൾ ആർ സേയിങ് ദാറ്റ് സ്കൈ ലവ്ഡ് ഹർ സോ മച്ച് ദാറ്റ് ഇറ്റ് ടുക്ക് ഇറ്റ് ഫ്രം us. അങ്ങനെയാണ് എല്ലാവരും ആകെപ്പാടെ ഒരു ഷോക്കിങ്ങിലാണ്.